കർത്താവിൻ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു. ഈ അവസരത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. അന്ന് സകല ജനങ്ങൾക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്, ലോകത്തിൻ്റെ രക്ഷകനാണ് യേശുക്രിസ്തു എന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം ദീർഘദൂരം യാത്ര ചെയ്ത് കിഴക്കുനിന്ന് ജ്ഞാനികൾ യെരുശലേമിൽ എത്തിച്ചേർന്നത്. അവർക്ക് യഹൂദന്മാരുടെ രാജാവിൽ നിന്ന് ഭൗതികമായ നന്മകളൊന്നും ലഭിച്ചില്ലെന്ന് നമുക്കറിയാം. മറിച്ച് അവർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് യേശു പൈതലിനെ പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. കാരണം അവർ ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ സമ്പാദിക്കണം എന്ന ചിന്തയോടെ ജീവിച്ചിരുന്ന സക്കായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പൗലോസും അതുതന്നെയല്ലേ ചെയ്തത്? അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ സമ്പത്തും ജ്ഞാനവും സ്ഥാനമാനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിച്ചു. ഒടുവിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. മാത്രമല്ല, ക്രിസ്തു ശിഷ്യന്മാർ എല്ലാവരും സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചവരാണ്. ഇതൊന്നും നമ്മൾ ഒരു നാളും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതെങ്കിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസും സക്കായിയും വലിച്ചെറിഞ്ഞ സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെങ്കിൽ, നമ്മൾ ഇനിയും ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പറയാം. ആകയാൽ ക്രിസ്മസ് അടുത്തു വരുന്ന ഈ നാളുകളിൽ ക്രിസ്തു നമുക്ക് ആരാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്? ഒരു ദിവസം ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട് എന്നീ ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. സ്നേഹിത, ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നു. സഹോദരന്മാർ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ യോസേഫ് ഒടുവിൽ മിസ്രൈമിനൊക്കെയും അധിപതിയായി തീർന്നു. അതെ, പഴയ നിയമത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും നമ്മൾ ഒരു നാളും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, യോഹന്നാൻ 6:27 എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ആകയാൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മാറ്റിവെച്ച് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് നവവത്സരാശംസകൾ നേരുന്നു. സർവശക്തനായ ദൈവം സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.